ഹലോ. ഇന്ന് ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു. എൻ്റെ വാർഡ്രോബിൽ ഒരുപാട് വെള്ള സാരികളുണ്ട്. പക്ഷെ ഓരോ സാരിയും ഓരോരോ സ്പെഷ്യൽ ആയിട്ടുള്ള വീവുകളാണ്. അപ്പൊ ഞാൻ ഈ സാരികളെ പറ്റി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സിൽവർ ജ്വല്ലറിയെ പറ്റി സംസാരിക്കുമ്പോൾ നാഗവല്ലിയുടെ പൊക്കിഷൻ തുറന്ന ഗംഗയുടെ അവസ്ഥയാണ്. ആ സാരി, ഈ വീവ്, ഈ ബ്ലോക്ക് പ്രിന്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആകെ സൈക്കോ. അപ്പൊ അതുപോലൊരു വീഡിയോ ആണിത്. എല്ലാവരും കാണണം. 5 സ്പെഷ്യൽ വൈറ്റ് സാരീസ് ഐ ഹാവ് ഇൻ മൈ വാർഡ്രോബ്. ആദ്യത്തെ സാരി ഒരു ബംഗാൾ കോട്ടൺ സാരിയാണ്. ഐവറി ബോഡിയിൽ ഈ ഹൈബിസ്കസ് ഫ്ലവറിന്റെ മോട്ടീവ് വീവ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഒരു ബോർഡർ ഉണ്ട്. ആൻഡ് ഇതിന്റെ പല്ലു നിറച്ചും ഹൈബിസ്കസ് ഫ്ലവേഴ്സ് ആണ്. അപ്പൊ ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഈ ബംഗാൾ കോട്ടൺ സാരി ഇപ്പൊ ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയായോ അതിൽ മൈദ മുക്കണം, ഭയങ്കര പടപടാന്നുള്ള സാരിയാണെന്നേ. പക്ഷെ ശരിക്കുള്ള ബംഗാൾ കോട്ടൺ സാരി എന്ന് പറയുന്നത് നല്ല നീളവും വീതിയുള്ള വളരെ സോഫ്റ്റ് കോട്ടൺ സാരിയാണ്. ഈ സാരികളിലെ ഊടും പാവും അറിയായിരിക്കുമല്ലോ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് മലയാളത്തിലൊക്കെ. വാർപ്പ് വെഫ്റ്റ് എന്ന് പറയുന്നതാണ് ഈ ഊടും പാവും. അപ്പം എത്ര ത്രെഡ് വാർപ്പില്, എത്ര ത്രെഡ് വെഫ്റ്റില് എന്നുള്ളതാണ് ഒരു സാരിയുടെ ത്രെഡ് കൗണ്ട് എന്ന് പറയുന്നത്. ഈ ത്രെഡ് കൗണ്ട് ഹൈ ആവുമ്പോൾ സാരി സോഫ്റ്റ് ആയി വരും. അപ്പൊ ഈ ബംഗാളിലെ നല്ല ലൂമുകളിൽ വീവ് ചെയ്യുന്നതെല്ലാം ഹൈ കൗണ്ട് ഉള്ള കോട്ടൺ സാരികളാണ്. വളരെ സോഫ്റ്റ് ആണ്. നല്ല പൊക്കവും മണ്ണും ഒക്കെ ഉള്ളവർക്ക് ശരിക്കും നല്ല വീശിന് ഉടുക്കാൻ പറ്റുന്ന അത്രയും നീളവും വീതിയുള്ളതാണ് നല്ല ബംഗാൾ കോട്ടൺ സാരികൾ. അപ്പൊ ഇത് ഞാൻ സാധാരണ താഴെ പോയി ഒരു യെല്ലോ കളർ ഒരു ബ്ലൗസിന്റെ കൂടെയാണ് ഞാൻ പെയർ ചെയ്യാറുള്ളത്. നല്ല രസമാണ്, ഉടുക്കുമ്പോഴത്തേക്കും നല്ല കളർഫുൾ ആണ്. വൈറ്റ് കളർ ആണെങ്കിൽ പോലും നല്ല കളർഫുൾ ആണ്. അപ്പൊ ഇതാണ് ആദ്യത്തെ വൈറ്റ് സാരി. രണ്ടാമത്തെ വൈറ്റ് സാരി എന്ന് പറയുന്നത് ഇതാ ഈ ഒരു വൈറ്റ് കളർ ബോഡി, കോൺട്രാസ്റ്റ് ഇത് ഡാർക്ക് ഗ്രീൻ കോൺട്രാസ്റ്റ് ബോർഡർ വിത്ത് ഒരു ടെമ്പിൾ ഡിസൈൻ, പിന്നെ ഒരു സ്ട്രൈപ്ഡ് സിമ്പിൾ പല്ലു. ഇതിങ്ങനെ ഉടുത്ത ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസിന്റെ കൂടെ ഉടുക്കുമ്പോൾ നമ്മൾ ആരെ പോലെ ഇരിക്കും? മിസ്സസ് സോണിയാഗാന്ധിയെ പോലെ ഇരിക്കും. അപ്പൊ മിസ്സസ് സോണിയാഗാന്ധി ഒരുപാട് സാരികൾ സോണിയാഗാന്ധിക്ക് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവര് പബ്ലിക് അപ്പിയറൻസ് നടത്തുന്ന സമയത്തെല്ലാം ഞാൻ ഫോട്ടോ ഇങ്ങനെ നോക്കും. പക്ഷേ ഇതൊരു ഡബിൾ ഇക്കത്താണല്ലോ, ഇതൊരു പൊന്തുരുഖാദി ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അവരുടെ സാരികൾ നോക്കും. അപ്പൊ ഈ സാരി സോണിയാഗാന്ധി ഉടുത്തിരിക്കുന്ന ഒരു പിക്ചർ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയത്. ആ പിക്ചർ ഞാൻ കാണിക്കുന്നുണ്ട് ഇവിടെ. ഈ സാരിയുടെ പേര് ശ്രീ പെരുമ്പുത്തൂർ സാരി എന്നാണ്. ഈ ശ്രീ പെരുമ്പുത്തൂർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തിന്റെ ഒക്കെ അടുത്തായിട്ട് വരുന്ന ഒരു വില്ലേജ് ആണ്. അവിടെ അവർ ലോക്കലി ഓർഗാനിക്കലി ഗ്രോ ചെയ്യുന്ന കോട്ടണിൽ നിന്ന് വീവ് ചെയ്യുന്ന ഒരു സാരി. അപ്പൊ തമിഴ്നാട് ഖാദി ബോർഡ് എല്ലാമാണ് ഈ ശ്രീ പെരുമ്പുത്തൂർ വീവിനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. വളരെ സ്മോൾ ബാച്ചിൽ വളരെ റെയർ ആയിട്ട് മാത്രമേ അവർ വീവ് ചെയ്യാറുള്ളൂ. അങ്ങനെ വീവ് ചെയ്യുന്ന സാരികൾ എന്ന് പറയുന്നത് ഇതുപോലെ പ്ലെയിൻ സാരികളിൽ കോൺട്രാസ്റ്റ് ബോർഡർ വരുന്ന സാരികളായിരിക്കും. വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് ഇത് കണ്ട ഉടനെ ഞാൻ മേടിച്ചു. ഓനൊന്യോ എന്ന് പറയുന്ന പേജിൽ നിന്നാണ് മേടിച്ചു. ഞാൻ ഈ പേജിനെ പറ്റി മുൻപ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ശ്രീ പെരുമ്പുത്തൂർ സാരി, വളരെ റയർ ആയിട്ടുള്ള പ്രൈസ്ഡ് ആയിട്ടുള്ള വീവാണ്. അടുത്ത സാരി ഇതൊരു കോട്ട സാരിയാ. ഈ കോട്ട എന്ന് പറയുന്ന പേര് ശരിക്കും പറഞ്ഞാൽ കോട്ട, ഖാദി, ഈ പേരിനൊന്നും സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു മാനമില്ല. ഈ കോട്ട സാരി ശരിക്കും ഡോബി പിറ്റ്ലൂമില് സിംഗിൾ ത്രെഡ് വാർപ്പിലും ഡബിൾ ത്രെഡ് വെഫ്റ്റിലും ഒക്കെ ആയിട്ട് വീവ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ വീവാണ് ശരിക്കും കോട്ട. പക്ഷേ ഇപ്പൊ ഇതുപോലെ നെറ്റ് പോലെ ഇരിക്കുന്ന എല്ലാത്തിനെയും കോട്ട എന്നാണ് വിളിക്കുന്നത്. നല്ല കോട്ട സാരി ഉടുത്താൽ ഭയങ്കര സുഖമാണ്. നമുക്ക് വളരെ എയറി ആയിട്ട് ബ്രീത്തബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഡ്രേപ്പാണ് ശരിക്കും കോട്ട. അപ്പൊ ഈ സാരിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. ഇതിനകത്ത് ഈ ഡോട്ട് 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 പോലെ ഇരിക്കുന്ന കാണാമോ? ഇതിനെയാണ് അക്കോള ബ്ലോക്ക് പ്രിന്റിംഗ് എന്ന് പറയുന്നത്. അതായത് ബ്ലോക്കിൽ ആണികൾ കുത്തി വെച്ചിട്ട് അത് വെച്ച് ബ്ലോക്ക് പ്രിന്റ് ചെയ്യുന്നതിനെയാണ് അക്കോള ബ്ലോക്ക് പ്രിന്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിനകത്ത് മറ്റൊരു വർക്ക് കൂടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാമോ? ചെറിയൊരു ഒരു ഒരു ഫ്ലവറിന്റെ ഒരു ഫ്ലോറൽ ബ്ലോക്ക് പ്രിന്റ് പോലെ നിങ്ങൾക്ക് കാണാമോ? ശരിക്കും ഇത് ചുന്ദരി വർക്കാണ്. ചുന്ദരി വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർഷൻ ഓഫ് ക്ലോത്തിനെ ഒരു സ്ട്രിങ് വെച്ച് കെട്ടും. ഈ സ്ട്രിങ്ങിൽ ഡൈ റെസിസ്റ്റ് പേസ്റ്റ് തേച്ചിട്ടുണ്ടാവും. സോ ഫസ്റ്റ് ഡൈ റെസിസ്റ്റ് പേസ്റ്റ് സ്ട്രിങ്ങിൽ തേക്കുന്നു. ആ സ്ട്രിങ് വെച്ച് ഒരു പോർഷൻ ഓഫ് ക്ലോത്ത് കെട്ടുന്നു. എന്നിട്ട് ഡൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ സ്ട്രിങ് കെട്ടിയ സ്ഥലത്ത് ഡൈ പിടിക്കില്ല, കാരണം ഡൈ റെസിസ്റ്റ് പേസ്റ്റ് ഉണ്ടല്ലോ. അങ്ങനെയാണ് ഡിസൈൻസ് ഫാബ്രിക്കിൽ അച്ചീവ് ചെയ്യുന്നത്. അതിനെയാണ് ചുന്ദരി വർക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ വർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓൾമോസ്റ്റ് എക്സ്റ്റിങ്ക്റ്റ് ആയി. ഇത് ഈ ഒനൊന്നോടെ തന്നെ കളക്ഷനിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റോ സെക്കൻഡ് ലാസ്റ്റോ സാരി ആയിരുന്നു. അപ്പൊ പിന്നീട് ഇനി കുറെ വർഷങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും അക്കോള വിത്ത് ചുന്ദരി വർക്ക് ചെയ്ത സാരി ആരുടെ കയ്യിലുണ്ടാവും? ശ്രീലക്ഷ്മിയുടെ കയ്യിലേ ഉള്ളൂ എന്ന് പറയുമായിരിക്കും. സോ അത്രയ്ക്കും ഇപ്പം ആരും വർക്ക് ചെയ്യാത്ത ഒരു ക്രാഫ്റ്റ് ഫോം ആയിട്ട് മാറിയിരിക്കുകയാണ് അക്കോള വിത്ത് ചുന്ദരി വർക്ക്. അപ്പൊ ഇതിന്റെ സ്പെഷ്യാലിറ്റി അറിഞ്ഞപ്പോഴത്തേക്കും വെള്ള കളറാണെങ്കിലും എനിക്ക് ഈ സാരി വേണ്ടാന്ന് വെക്കാൻ തോന്നിയില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കലംകാരിയുടെ ഒരു നാച്ചുറൽ ഡൈ ചെയ്ത ബ്ലൂ ഒന്ന് മനസ്സിലാലോചിച്ചേ. അതൊക്കെ വെച്ച് അതിനെ ബ്ലൗസാക്കി ഈ സാരി ഉടുത്താല് ഭയങ്കര ഭംഗിയായിരിക്കും എന്ന് എന്റെ മനസ്സ് പറയുന്നു. അല്ല, ഇച്ചിരി കൂടെ കളർഫുൾ ആവണം എന്നുണ്ടെങ്കിൽ ഈ കച്ചി വർക്കൊക്കെ ചെയ്ത ജാക്കറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചാൽ നല്ല രസമാണ്. കണ്ടോ, ബോർഡറിലൊക്കെയുള്ള ബ്ലോക്ക് പ്രിന്റ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ? ഇനി അടുത്ത സാരി എന്ന് പറയുന്നത് മലയാളിയായിട്ട് ഒരു
ബാലരാമപുരത്തെ ഒരു കസവ് സാരിയോ അല്ലെങ്കിൽ ഒരു സെറ്റ് സാരിയോ കേരള സാരിയോ ഇല്ലാന്ന് പറഞ്ഞാൽ മോശമല്ലേ. അപ്പൊ ശരിക്കും ഇത് ഞാൻ അമ്പലത്തിൽ ഉടുത്തിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്, തേച്ചില്ല. ഇതൊരു പുളിയിലക്കര സെറ്റ് മുണ്ടാണ്. ഈ ഡാർക്ക് ഗ്രീൻ ബോർഡർ വരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തു. ഇതിന് ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു. പുളിയിലക്കര നെയ്യുന്ന ഒരു സ്ഥലത്ത് പോയി നമ്മൾ മേടിച്ചതാണ്. ഡാർക്ക് ഗ്രീൻ ഞാൻ എടുത്തു, ബ്ലാക്ക്, റെഡ്, പിന്നെ ലീഫ് ഗ്രീൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ്. പുളിയിലയുടെ വലിപ്പമുള്ള കരയുള്ള സാരിയാണ് പുളിയിലക്കര. അങ്ങനെ പുളിയിലക്കര സെറ്റ് മുണ്ടാണ് ഇത്. തേച്ച് ഈ ഓണത്തിനൊക്കെ ഉടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിനോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു സെറ്റ് മുണ്ട് കൂടെ വാങ്ങിയിട്ടുണ്ട്. ഈ പണ്ടൊക്കെ സെറ്റ് മുണ്ടിൽ പുളിയിലക്കരയും കട്ടിക്കരയും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, ചുട്ടിയൊക്കെ. പക്ഷെ ഇപ്പൊ കസവും വരുന്നുണ്ട്. അപ്പൊ ഇത് സിൽവർ കസവും കാപ്പിപ്പൊടി കളറിലെ കരയും കൂടെ ചേർന്നതാണ്. ഇതിന്റെ തന്റെ ടാഗ് പോലും മാറ്റിയിട്ടില്ല. നമ്മളിത് നെയ്യുന്ന സ്ഥലത്ത് പോയി എടുത്തപ്പോൾ ഈ കളർ എനിക്ക് ഇഷ്ടമാണ്, എനിക്കിത് വേണമെന്ന് പറഞ്ഞ് ഞാൻ മാറ്റി വെച്ചതാ. ഇത് ആരെങ്കിലും ഓണത്തിന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ തരാൻ കേട്ടോ, കാരണം ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇപ്പൊ ഈ ഓണത്തിന് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷെ ആരെങ്കിലും ചോദിച്ചാൽ കച്ചവടം നടക്കുന്നെങ്കിൽ നടക്കട്ടെ, തരാൻ തയ്യാറാണ്. ഇനി ലാസ്റ്റ് വൺ, ഷോ സ്റ്റോപ്പർ. ഇതൊരു ധാക്കായ് ജാംദാനിയാണ്. ധാക്കായ് ജാംദാനി എന്ന് പറയുന്നത് വളരെ 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 പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വീവാണ്. ആഴ്ചകളും മാസങ്ങളും എടുത്താണ് മാസ്റ്റർ വീവേഴ്സ് ധാക്കായ് ജാംദാനി സാരി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിന്റെ ഈ ബോർഡറിലൊക്കെ വന്നിരിക്കുന്ന ഈ ഒരു ചെറിയ സ്വർണ്ണ നൂല് നിങ്ങൾ കണ്ടായിരുന്നോ? അതുപോലെ ഇതിൽ ആ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ആ ഫ്ലോറൽ ഡിസൈൻസ് കണ്ടോ? ഇത് സപ്ലിമെന്ററി വെഫ്റ്റ് ടെക്നിക്ക് വഴിയാണ് ഈ ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ ബോഡിയിൽ അച്ചീവ് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് നോക്കിക്കഴിഞ്ഞാൽ ഇനി ഒരു ധാക്കായ് ജാംദാനി സാരി ഒക്കെ ബംഗ്ലാദേശിൽ നിന്ന് വാങ്ങാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ദിസ് ഇസ് ഫ്രം ബംഗ്ലാദേശ്. ഞാനിത് ഒനോന്യൂ എന്ന് പറയുന്ന പേജിൽ നിന്ന് തന്നെ മേടിച്ചാണ്. ലുക്ക് അറ്റ് ദ എക്സ്ക്വിസിറ്റ് വർക്ക്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാ നോക്കൂ. വൈറ്റ് ധാക്കായ് ജാംദാനിയുടെ പേര് ശ്വേതാംബരി എന്നാണ്. ഇത് വളരെ പ്രൈസ്ലെസ് ആയിട്ടുള്ള ഒരു സാരിയാണ്. അങ്ങനെ ഇതും എൻ്റെ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ മേടിച്ചിരിക്കുകയാണ്. ശരിക്കും ഇതിന്റെ ആ വർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാട്ടോ, ഭയങ്കര രസമാണ്. ഇതിന് ഒരു വൈറ്റ് ബ്ലൗസ് ഉണ്ട്, പക്ഷെ ഞാൻ തയ്പ്പിച്ചില്ല. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ കയ്യിലുള്ള വെള്ള സാരികൾ. അപ്പം ഞാൻ മുമ്പൊക്കെ ആലോചിക്കുമായിരുന്നു, പക്ഷെ ഒരു വെള്ള സാരിയൊക്കെ വാങ്ങാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വെള്ള അതിനകത്ത് ഇനി ഒന്നും ഇല്ലല്ലോ, അതിനകത്ത് എന്ത് ചെയ്താൽ എന്താണ്. പക്ഷെ കളറിലല്ല, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലോക്ക് പ്രിന്റിംഗ് ടെക്നീക്സ്, ആ വീവ്, അതിലൊക്കെയാണ് പ്രത്യേകത. അത് മാത്രമല്ല, വെള്ള സാരിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എലഗൻസ്, ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലേ. ഇതിൽ ഏത് സാരിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ സിൽവർ ജ്വല്ലറി പ്ലേസ് ചെയ്തിരുന്നത് ഈ ധാക്കായ് ജാംദാനിയുടെ മുകളിലാണ്. പലരും കോട്ട എന്നൊക്കെ പറഞ്ഞു, ഒരാൾ മാത്രം കുറച്ചടുത്തെത്തി ജാംദാനി എന്നുള്ളത് എത്തി. ഇതൊരു ധാക്കായ് ജാംദാനിയുടെ മുകളിലാണ് അന്ന് വെച്ചിരുന്നത്, ഈ സാരിയുടെ മുകളിലാണ്. എനിക്ക് ഈ സാരി തൊടുമ്പോൾ തന്നെ എന്നൊരു ചിന്തയാണ്. പിന്നെ വെള്ള സാരികൾ ഒരിക്കലും മടക്ക് കലയ്ക്കാതെ വെക്കരുത്. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്ക് കലയ്ക്കണം. പിന്നെ വേറെ കളർ സാരികളുടെ കൂടെ ഒന്നും വെക്കരുത്. നമ്മുടെ ഹ്യൂമിഡിറ്റി കണ്ടീഷൻസ് ഒക്കെ കാരണം ചിലപ്പോൾ മറ്റേ കളറുള്ള സാരി ബ്ലീഡ് ചെയ്ത് ഇതിലോട്ട് പിടിക്കും. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇതിൽ നിന്ന് കളർ മാറ്റാൻ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും വെള്ള സാരികൾ മാത്രം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് അലമാരയിൽ വെക്കുക. ഓക്കെ, അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള സാരി പറയാൻ മറക്കണ്ട.